ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഒരു കപ്പ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ കപ്പ വേവിക്കുന്ന പോലെ ഇത് കുത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് കഴുകി വാരിയെടുത്ത് വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് വെക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. കപ്പ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വിസിൽ മതിയായിരുന്നു ഇത് വേവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കപ്പയുടെ വേവ് അനുസരിച്ച് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല കുഴഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. ഞാൻ ഈ ബീഫിന് വേണ്ടിയിട്ട് കുറച്ചധികം ഉള്ളി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബീഫ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്തും ഉള്ളി ചതച്ചിടുന്നുണ്ട്, പിന്നെ കറിയിലേക്കും ഉള്ളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം കൊച്ചുള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, അരിഞ്ഞു വെച്ച സവാള കുറച്ചിങ്ങനെ ഞെരടിയിടുകയാണ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി. ഇവിടുത്തെ മുളക് പൊടിക്ക് നല്ല എരിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കണം. ഒരു 20 മിനിറ്റെങ്കിലും അതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. നന്നായിട്ട് മൂപ്പിച്ച് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഉടച്ച് മാറ്റി വെക്കണം. ഈ കപ്പ വേവിച്ച അതേ സെയിം കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബീഫ് വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ കപ്പ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മസാല പ്രിപ്പറേഷനാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടു, പെരിഞ്ജീരകം കുറച്ചധികം ഇട്ടു. പെരിഞ്ജീരകം നന്നായിട്ട് മൂത്ത ശേഷം സവാള, അതിനുശേഷം കൊച്ചുള്ളി ചതച്ച് വെച്ചിരുന്നതാണ്. സവാള ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കാണ് കൊച്ചുള്ളി ചതച്ചതും കൂടി ചേർത്തത്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് മൂക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 7 വിസിൽ വരെയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തു, ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലയും ബീഫും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഞാനിതൊരു 5 മിനിറ്റ് വരെ തിളപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കപ്പ ഇതിലേക്ക് ഇടാം. ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഏറ്റവും ക്ഷമ വേണ്ട ഒരു പാർട്ട് ഇതാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ നല്ല പാടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതാണ് എൻ്റെ ഒരു വേർഷൻ ഓഫ് കപ്പ ബിരിയാണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ചേരുവകളുടെ കറക്റ്റ് അളവൊന്നും എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനറിയില്ല. ഞാൻ എൻ്റെ കൈയളവിലാണ് ഉണ്ടാക്കാറ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്